വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ശ്രീമാൻ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ മറ്റൊരു വീഡിയോയുമായിട്ടാണ്. ഒരു മനുഷ്യൻ ലോകം മുഴുവൻ സഞ്ചരിച്ച് ലോക ജനതയുടെ സംസ്കാരവും സാമൂഹ്യ പശ്ചാത്തലങ്ങളും മനസ്സിലാക്കി അവ സ്വന്തം മനസ്സിലേക്ക് ആവാഹിച്ച് തിരിച്ചെത്തുമ്പോൾ ഉണ്ടാകുന്ന ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയിലും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്തരം മാറ്റങ്ങൾ സംഭവിച്ച ഒരു വീഡിയോയുമായാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇന്നെത്തിയിട്ടുള്ളത്. ഈ ബൈബിളിൽ ഞങ്ങളെയൊക്കെ വേദപാഠത്തിന് സ്കൂളിലൊക്കെ പഠിപ്പിക്കുമായിരുന്നു. ബൈബിളിലെ 10 കൽപ്പനകളെ 2 കൽപ്പനകളായിട്ട് ചുരുക്കി സംഗ്രഹിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഇത് രണ്ടും അദ്ദേഹം സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്നും ബൈബിളിന്റെ 10 കൽപ്പനകൾ സംഗ്രഹിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ അദ്ദേഹം സംഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിന് അതിലെ 2 കൽപ്പനകൾ മാത്രമാണ് കിട്ടിയത്. അതിലൊന്ന്, നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കുക. മറ്റൊന്നും, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് വിശ്വസിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത്, സംഗ്രഹിക്കുക എന്നാൽ വളരെയധികം ആശയ സമ്പുഷ്ടമായ ഒരു വിഷയം, വളരെയധികം പരത്തി പറഞ്ഞൊരു വിഷയത്തെ അതിന്റെ അന്തസത്ത ചോർന്നു പോകാതെ ചുരുക്കി പറയുന്നതിനെ അല്ലെങ്കിൽ ചുരുക്കി എഴുതുന്നതിനെയാണ് സംഗ്രഹിക്കുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. എന്നാൽ ശ്രീമാൻ സന്തോഷ് ജോർജ് കുളങ്ങര ഇവിടെ ബൈബിളിലെ 10 കൽപ്പനകളെ അതിൽ നിന്ന് 8 ഒഴിവാക്കി പ്രധാനപ്പെട്ട 2 തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് സത്യത്തിൽ ഒരു സെലക്ഷനാണ്. മറ്റേത് അബ്രിവിയേഷനും, ഇത് സെലക്ഷനുമാണ്. 10 നിന്ന് 2 തിരഞ്ഞെടുക്കുക മാറ്റാം. അദ്ദേഹത്തിന് വിലപ്പെട്ടതെന്ന് തോന്നുന്ന 2 തിരഞ്ഞെടുത്തു. അതിലൊന്നാണ്, നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. മറ്റൊന്ന്, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് വിശ്വസിക്കുക എന്നത്. എന്തായാലും അത് പോട്ടെ. നമ്മുടെ വിഷയം അബ്രിവിയേഷനും സെലക്ഷനുമല്ല, മറിച്ച് അദ്ദേഹം എന്ത് പറയുന്നു എന്നതിലാണ്. നമുക്ക് ആ വീഡിയോ കാണാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഇത് രണ്ടുമാണ്. അതിൽ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടായിരുന്നു പറയുന്നത് മതപരമായ ഒരു കാര്യം എന്ന് വിചാരിക്കുക. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നതല്ലേ ഏത് സോഷ്യലിസത്തിന്റെയും അല്ലെങ്കിൽ ഒരു പൗരബോധമുള്ളൊരു സമൂഹത്തിന്റെ നിയമം എന്ന് പറഞ്ഞാൽ അത്രയല്ലേ ഉള്ളൂ. അത് മാത്രം ചെയ്താൽ ലോകം നന്നാവില്ലേ? ഇവിടെ അദ്ദേഹം ഞാനല്ലാതെ മറ്റൊരു ദൈവത്തെ ആരാധിക്കരുത് എന്ന് പറയുന്നതിന് മതപരമായ ഒരു കാഴ്ചപ്പാടായി മാറ്റി നിർത്തുകയും നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതിന് സോഷ്യലിസ്റ്റ് മൂല്യമുള്ള ഉയർന്ന പൗരബോധവും ചിന്താഗതിയുമുള്ള ഒരു ആശയമായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, അതെങ്ങനെ ശരിയാവുമെന്നാണ്. നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതും ഞാനില്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് വിശ്വസിക്കുക എന്നതും യേശു ബൈബിളിലൂടെ ജനങ്ങളെ ഉപദേശിച്ചതാണ്. ഇത് രണ്ടും യേശുവിന്റെ വചനങ്ങളാണ്. യേശുവിന്റെ വചനങ്ങൾ ദൈവവചനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്നിനെ ഉയർന്ന തലത്തിലേക്ക് ഉയർത്തുവാൻ സാധ്യമല്ല. യേശു ബൈബിളിലൂടെ ആശയം മുന്നോട്ട് വെക്കുന്നതിന് മുമ്പ് യേശുവിന്റെ സാരോപദേശം ജനങ്ങളിൽ എത്തുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും ജനപദങ്ങളോ അല്ലെങ്കിൽ സാംസ്കാരിക ബോധമുള്ള തലമുറയോ ഇത്തരത്തിലൊരു ആശയം മുന്നോട്ട് വെച്ചിട്ടില്ല. യേശു മുന്നോട്ട് വെച്ച ഈ ആശയത്തെ, ഈ സാരോപദേശത്തെ ആര് സ്വീകരിച്ച് അത് അവരുടെ ജീവിതക്രമത്തിലോ അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടുകളിലോ അല്ലെങ്കിൽ രാജ്യ തൽപരമായ കാഴ്ചപ്പാടുകളിലൂടെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് യേശുവിന്റെ സാരാംശമായി തന്നെയാണ് നിലനിൽക്കുക. അതിനെ മാറ്റി നിർത്താൻ ഒരിക്കലും കഴിയുകയില്ല. ബൈബിളിലെ 2 പ്രധാന വചനങ്ങളിൽ നിന്ന് ഒന്നിനെ മാറ്റി നിർത്തി മറ്റൊന്നിനെ സ്വീകരിക്കുക വഴി നിങ്ങളും ബൈബിളിന്റെ ആശയത്തെ സ്വീകരിച്ചു എന്നേ പറയാൻ കഴിയും. അതല്ലാതെ അതൊരു ഉയർന്ന മൂല്യബോധമുള്ള ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതിയായി മാത്രം നിലനിൽക്കുകയില്ല. അങ്ങനെ അതിനെ അംഗീകരിക്കാൻ കഴിയുകയുമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ യേശുവിന്റെ 10 കൽപ്പനകൾ വന്നില്ലായിരുന്നുവെങ്കിലും നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന ബൈബിളിലെ സാരോപദേശം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും ലോകത്ത് ഈ ആശയം പുലരുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നത് മതത്തിൽ നിന്ന് മാറ്റി നിർത്തി പൗരബോധവും
സാംസ്കാരിക മൂല്യവുമുള്ള ഉയർന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിയായി എങ്ങനെയാണ് അതിനെ മാത്രം മാറ്റി നിർത്താൻ കഴിയുക? കാരണം ഈ രണ്ട് കൽപ്പനകളും യേശു ജനങ്ങളെ പഠിപ്പിച്ചതാണ്. അത് യേശു ജനങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവവചനമായിട്ടാണ്. ദൈവവചനം മതപരവുമാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്നിൽ നിന്ന് അടർത്തി മാറ്റുക സാധ്യമല്ല. അതുകൊണ്ട് യേശു ഇത് വിഭാവനം ചെയ്തില്ലായിരുന്നെങ്കിൽ പോലും യൂറോപ്യൻ രാജ്യങ്ങളിലും മറ്റും പാശ്ചാത്യ നാടുകളിൽ ഇത് പ്രകാശിതമായെന്ന അങ്ങയുടെ സിദ്ധാന്തത്തെ, അങ്ങയുടെ വാദത്തെ അംഗീകരിക്കാൻ കഴിയുകയില്ല. നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതുപോലെ നിന്റെ അയലോക്കംകാരനും അത്ര തന്നെ സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് നിന്റെ വീട്ടിനകത്ത് കിടന്ന് ഏത് ശബ്ദത്തിലും പാട്ട് പാടാനോ ഒച്ചയെടുക്കാനോ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ തൊട്ടടുത്ത വീട്ടുകാരന് ആ ശബ്ദം കേൾക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് അവന്റെ മതിലിന് അപ്പുറത്തോട്ട് നിന്റെ ശബ്ദം പോയാൽ വിവരം അറിയും. മനസ്സിലായില്ലേ? നിനക്ക് എന്ത് കോമാളിത്തരം കാണിക്കാൻ അവകാശമുണ്ട്. പക്ഷെ വേറൊരുത്തൻ കംപ്ലൈന്റ് ചെയ്താൽ അത് കാണാതിരിക്കാനും അനുഭവിക്കാതിരിക്കാനുള്ള അവകാശം അവനും ഉണ്ട്. നിനക്ക് നിന്റെ വീട് വൃത്തികേടാക്കിയിടാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് അടുത്തുള്ളവന് നാറ്റം വന്നാൽ അവൻ കംപ്ലൈന്റ് ചെയ്താൽ അത് വൃത്തിയാക്കേണ്ട ജോലി നിനക്കുണ്ട്. അപ്പം അവിടുത്തെ സ്വാതന്ത്ര്യവും നിയമങ്ങളും മുഴുവൻ ഈ ഒരൊറ്റ കാര്യത്തെ അടിസ്ഥാനമാക്കിയ ഇത് മാത്രം നോക്കിയാൽ, ഇപ്പം മരങ്ങാട്ടുപള്ളിയിൽ ഒരു പള്ളിയുണ്ട്. പണ്ട് എൻ്റെയൊക്കെ ബാല്യകാലത്ത് എല്ലാ ദിവസവും രാവിലെ അവിടുന്ന് ഒരു പാട്ടങ്ങ് തുടങ്ങും. അപ്പം ഞാനത് കുട്ടിയായിരിക്കും പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ പള്ളിയുടെ പരിസരത്ത് താമസിക്കുന്ന മറ്റ് സമുദായങ്ങൾ, പ്രധാനമായിട്ട് ഹിന്ദുക്കളെ ഉള്ളൂ ഈ പ്രദേശത്ത്, മുസ്ലിംസ് ഒന്നും ഈ പ്രദേശത്ത് അധികം ഇല്ല, അധികം നല്ല തീരെയില്ല. അപ്പോൾ ഈ ഹിന്ദു വീടുകളിൽ ഈ പുലർച്ചെ ഈ പാട്ടങ്ങ് ചെവിയിലേക്ക് അടിച്ചു കയറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന വികാരം എന്താണ്? ഇത് വെക്കുന്ന ആളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതിന് ഏകപക്ഷീയമായ ഒരു അർത്ഥമാണ് താങ്കൾ കാണുന്നത്. അവിടെയാണ് താങ്കളുടെ സങ്കുചിത മനോഗതി പുറത്തേക്ക് വരുന്നത്. എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞിന്റെ കരച്ചിലുണ്ടായാൽ അത് അടുത്ത വീട്ടുകാർക്ക് അലോസരമുണ്ടാക്കിയാൽ ഞാൻ ആ കുഞ്ഞിന്റെ വായും മുക്കും പൊത്തിപ്പിടിക്കണം. എൻ്റെ വീട്ടിലൊരു ആഘോഷവേളയിലുണ്ടാകുന്ന ഇത്തിരി ബഹളം അത് അയൽക്കാരന് അരോചകമുണ്ടാക്കും, അലോസരപ്പെടുത്തുമെന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലെ ആഘോഷങ്ങൾ ഇല്ലായ്മ ചെയ്യണം. ഒരമ്പലത്തിലെ ഭക്തിഗാനങ്ങൾ, അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ബാങ്കുവിളി, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ചർച്ചിലെ ഒരു കുർബാന തൊട്ടടുത്ത മറ്റു സമുദായങ്ങൾക്ക് ഇത്തിരി നേരത്തേക്ക് ശല്യമുണ്ടാക്കും, ഇത്തിരി നേരത്തേക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുമെന്ന് കരുതി ഈ ആരാധനകളെ മാറ്റിവെക്കണം. അതാണോ താങ്കൾ പറഞ്ഞ നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ഉയർന്ന ധാർമ്മിക മൂല്യമുള്ള, ഉയർന്ന സാംസ്കാരിക ബോധമുള്ള ചിന്താഗതി? ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല. എന്നിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങളിലൂടെ എനിക്കുണ്ടാകുമ്പോഴും അതേ അവസ്ഥ തന്നെയാണെന്ന് മനസ്സിലാക്കി പരസ്പരം സമരസപ്പെട്ടും പൊരുത്തപ്പെട്ടും സഹിച്ചും മുന്നോട്ട് പോകാനുള്ള സന്മനസ്സും സഹിഷ്ണുതാ ബോധവുമാണ് ഏറ്റവും ഉയർന്ന സോഷ്യലിസ്റ്റ് ചിന്താഗതിയും ഏറ്റവും ഉയർന്ന പൗരബോധവും. അതുപോലെ തന്നെ ബൈബിളിലെ ഈ സാരോപദേശത്തെ അനർത്ഥമാക്കുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് തന്നെയാണ് ശരിയെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോഴേ നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന ആ വാക്കിന്റെ, ആ സാരോപദേശത്തിന്റെ പൂർത്തീകരണം ഉണ്ടാവുകയുള്ളൂ. ഒരു അമ്പലത്തിൽ നിന്ന് വരുന്ന ഭക്തിഗാനങ്ങൾ അല്ലെങ്കിൽ ഭജന ഒരു 10 മിനിറ്റിനെ എന്നെ പ്രയാസപ്പെടുത്തുന്നു എന്ന് കരുതി ഞാൻ അതിനെതിരെ ശബ്ദിക്കുന്നതാണോ? അല്ലെങ്കിൽ അതുമായി പൊരുത്തപ്പെട്ട് അതെന്റെ സഹോദര സമുദായത്തിന്റെ ഒരു ആരാധനയുടെ ഭാഗമാണെന്ന് കരുതി അതുമായി പൊരുത്തപ്പെട്ടു പോകുന്നതാണോ ഏറ്റവും ഉയർന്ന മൂല്യബോധമുള്ള, പൗരബോധമുള്ള, സാംസ്കാരിക ബോധമുള്ള ചിന്താഗതിയായി മാറുക? അതല്ലേ ശരിക്ക് നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? അന്യന്റെ പ്രയാസങ്ങൾ എന്റെ പ്രയാസങ്ങളും എന്റെ സന്തോഷങ്ങൾ അന്യന്റെ സന്തോഷങ്ങളും ആക്കി മാറ്റുകയല്ലേ ശരിക്കും വേണ്ടത്. അതല്ലാതെ എന്റെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ, അല്ലെങ്കിൽ എന്നിൽ നിന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ അതിനോട് നീരസം വെച്ച് പുലർത്തുകയും അസഹിഷ്ണുത കാണിക്കുകയും ചെയ്യുന്നതാണ് നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൊറുക്കാനും സഹിക്കാനും താതാത്മ്യപ്പെടാനുമുള്ള കഴിവാണ് ഒരു പൗരനുണ്ടാകേണ്ട, സാംസ്കാരിക ലോകത്തെ ഒരു പൗരനുണ്ടാകേണ്ട ഏറ്റവും ധാർമ്മിക മൂല്യമുള്ള ചിന്താഗതി. അതുതന്നെയാണ് നീ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതുകൊണ്ട് യേശു ഉദ്ദേശിച്ചത്.